നമസ്കാരം. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിൽ ബസ് സ്റ്റേഷനുകളുള്ള KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ റെസ്റ്റോറന്റുകളും മിനി സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള താൽപ്പര്യപത്രം ക്ഷണിച്ചുകൊണ്ട് മാനേജ്മെന്റ് ഉത്തരവിറക്കി. മിനി സൂപ്പർ മാർക്കറ്റുകളിലൂടെ നിത്യജീവിതത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുക. കേരളത്തിലെ ജനങ്ങൾ പരമ്പരാഗത ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നവരായതിനാൽ റെസ്റ്റോറന്റുകളിൽ പരമ്പരാഗത ഭക്ഷണം ഉച്ചയ്ക്ക് ഒരു വിഭവമായി ഉൾപ്പെടുത്തി നൽകുക. ലോങ് റൂട്ട് ബസ്സുകളിലെ യാത്രക്കിടയിൽ റിഫ്രഷ്മെന്റിനായി നിർത്തുന്ന ബസ്സിലെ യാത്രക്കാർക്ക് ഇത്തരം റെസ്റ്റോറന്റുകളിലും മിനി സൂപ്പർ മാർക്കറ്റുകളിലും ഭക്ഷണം കഴിക്കുന്നതിനും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനുമുള്ള സൗകര്യമൊരുക്കുക എന്നിവയാണ് KSRTC ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 14 സ്റ്റേഷനുകളിലാണ് KSRTC ഇത്തരം റെസ്റ്റോറന്റുകളും മിനി സൂപ്പർ മാർക്കറ്റുകളും ആരംഭിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നത്. വൈകാതെ തന്നെ മറ്റ് സ്റ്റേഷനുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പദ്ധതിയെ സംബന്ധിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി വെജ്, നോൺ വെജ് ഫുഡ് ഉള്ള AC, നോൺ AC റെസ്റ്റോറന്റുകൾ പ്രവർത്തിപ്പിക്കാം. മിനി സൂപ്പർ മാർക്കറ്റിൽ ദൈനംദിന ജീവിതത്തിൽ പൊതു ഉപയോഗത്തിനായുള്ള സാധാരണ പലചരക്ക് സാധനങ്ങൾ ഉണ്ടായിരിക്കണം. വ്യത്യസ്തമായ സൈൻ ബോർഡുകളുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വികലാംഗർക്കും പ്രത്യേകം ശുചിത്വമുള്ള ടോയ്ലറ്റ് സൗകര്യം റെസ്റ്റോറന്റുകളിൽ ഉണ്ടായിരിക്കണം. ഭക്ഷ്യസുരക്ഷ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ബാധകമായിരിക്കും. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഗുണനിലവാരമുള്ള സേവനങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കണം. കേരളത്തിൽ ജനങ്ങൾ പരമ്പരാഗത ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നവർ ആയതിനാൽ ഉച്ചയ്ക്ക് ഊണ് ഒരു വിഭവമായി ഉൾപ്പെടുത്തുക. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. ലൈസൻസ് കാലയളവ് നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി 5 വർഷത്തേക്കായിരിക്കും. നിർദ്ദിഷ്ട റെസ്റ്റോറന്റുകളുടെ ഇന്റീരിയർ ഡിസൈൻ KSRTCയുടെ CMDയുടെ അംഗീകാരത്തോടെ ലൈസൻസി നിർവഹിക്കേണ്ടതാണ്. അതേസമയം ബസ്സുകളിൽ ലഘുഭക്ഷണ വിതരണത്തിനും KSRTC തയ്യാറെടുത്തിരുന്നു. ബസ് യാത്രകളിൽ ലഘുഭക്ഷണം നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാനാണ് കോർപ്പറേഷൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി KSRTC ബസ്സുകളിൽ ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഭക്ഷണം ഉൾപ്പെടെ ഷെൽഫുകൾ, വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് വിതരണം ചെയ്യുന്നതിനായി താൽപ്പര്യമുള്ളവരിൽ നിന്ന് പദ്ധതി വിവരണവും നിർദ്ദേശങ്ങളും കഴിഞ്ഞ ആഴ്ച ക്ഷണിച്ചിരുന്നു. ബസ് യാത്രകൾക്ക് അനുയോജ്യമായ ലഘുഭക്ഷണങ്ങളാണ് ലഭ്യമാക്കേണ്ടത്. ലഘുഭക്ഷണങ്ങൾ പാക്ക് ചെയ്തതും ബസ് പരിതസ്ഥിതിയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായിരിക്കണം. നിർദ്ദേശിച്ച ലഘുഭക്ഷണങ്ങൾ നിർദ്ദിഷ്ട ഗുണനിലവാരവും ശുചിത്വവും പാലിക്കുന്നതായിരിക്കണം. ബസ്സുകൾക്കുള്ളിൽ ഷെൽഫ്, വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം KSRTC നൽകും. പദ്ധതി നടത്തിപ്പിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. പ്രൊപ്പോസൽ ഉടൻ തന്നെ സമർപ്പിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഓരോ പ്രൊപ്പോസലും ലഘുഭക്ഷ വിതരണത്തിനുള്ള നിർദ്ദേശം KSRTC ബസ്സുകളിൽ എന്ന് വ്യക്തമായി അടയാളപ്പെടുത്തി മെയ് 24 മുമ്പ് സമർപ്പിക്കണം എന്നാണ് KSRTC നിർദ്ദേശിച്ചത്. ബസ്സുകളിൽ യാത്രക്കാർക്ക് ശുദ്ധമായ ദാഹജലം ഉറപ്പാക്കുന്നതിനായി കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെയാണ് ലഘുഭക്ഷണ വിതരണത്തിലേക്കും KSRTC കടന്നത്. 1 ലിറ്ററിന് 15 രൂപ നിരക്കിൽ സൂപ്പർ ഫാസ്റ്റ് മുതൽ ഉയർന്ന ശ്രേണിയിലുള്ള എല്ലാ സർവീസുകളിലുമാണ് KSRTC കുടിവെള്ളം ലഭിക്കുക. KSRTC ആശ്രയിച്ച് എത്തുന്ന മറ്റ് യാത്രക്കാർക്കായി KSRTC ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് ശുദ്ധജലം നേരിട്ട് വാങ്ങാനും കഴിയും. കൂടാതെ ബൾക്ക് പർച്ചേസിംഗ് സംവിധാനവും KSRTC ഒരുക്കുന്നുണ്ട്. ഇതിനായി ഹോൾസെയിൽ വിലയിൽ ലിറ്ററിന് 10 രൂപ നിരക്കിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്.